സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ 12 ശിഷ്യന്മാരുടെ വിളി, അവരെ സ്ലീഹന്മാരാക്കി അധികാരം നൽകൽ, പ്രേക്ഷിത വേലയ്ക്കുള്ള നിയോഗം, ചുമതലപ്പെടുത്തൽ എന്നിവയാണ് നാം ധ്യാനിക്കുന്നത്. ഈശോ എന്തുകൊണ്ടാണ് കൃത്യം 12 പേരെ സ്ലീഹന്മാരായി തിരഞ്ഞെടുത്തത് എന്നതിനുള്ള ഉത്തരം ഇന്നത്തെ പഴയ നിയമ വായനകളിലുണ്ട്. യാക്കോബിൻ്റെ പുത്രന്മാർ 12 പേർ ആയിരുന്നതുപോലെ, ഇസ്രായേലിലെ ഗോത്രങ്ങൾ 12 എണ്ണമായിരുന്നതുപോലെ, മൂശയുടെയും ജോഷയുടെയും കാലത്തെ സ്മാരകശിലകൾ 12 എണ്ണമായിരുന്നതുപോലെ, പുനരുദ്ധരിക്കപ്പെട്ട പുതിയ ഇസ്രായേലായ തിരുസഭയുടെ അടിസ്ഥാനവും 12 സ്ലീഹന്മാരാൽ സ്ഥാപിക്കപ്പെടുന്നു. സ്ലീഹ എന്ന പദത്തിൻ്റെ അറമായ പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെടുന്നവൻ എന്നാണ്. ഇതൊരു യാത്രയാണ്. ക്രിസ്തുവിൻ്റെ ദൗത്യം പേറി, നിയോഗം പേറി അവനിലൂടെയുള്ള ഒരു യാത്ര. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു, തന്നോടുകൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും. ഈശോയുടെ വിളിയുടെ മാനദണ്ഡം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈശോയുടെ വിളിയുടെ ലക്ഷ്യം അവനോട് ഒപ്പമായിരിക്കാനും അയക്കാനുമാണ്. ഹിമാലയത്തിലേക്കുള്ള യാത്രയിൽ മഞ്ഞുമഴ തടസ്സമായപ്പോൾ ആ വൃത്ത തീർത്ഥാടകൻ അടുത്ത് കണ്ട സത്രത്തിൽ അഭയം തേടി. സംസാരമധ്യേ സത്ര ഉടമ ആ തീർത്ഥാടകനോട് ചോദിച്ചു, ഈ മടുപ്പിക്കുന്ന കാലാവസ്ഥയിൽ തങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ എത്താൻ കഴിയുക? ഒരു പുഞ്ചിരിയോടുകൂടി ഈ വൃത്ത തീർത്ഥാടകൻ മറുപടി പറഞ്ഞു, എൻ്റെ മനസ്സ് അവിടെ എത്തി. മനസ്സ് എത്തിയെടുത്ത് ശരീരവും വേഗമെത്തും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ദൗത്യം പേറിയുള്ള ഈ യാത്രയിൽ ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാം. അപ്പോൾ അവനിലേക്ക് നാം വേഗം എത്തും എന്നുള്ളതാണ്. നമ്മളും വിളിക്കപ്പെട്ടവരാണ്. ദൗത്യം പേറി ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്നവരാണ് നമ്മളും. 3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാം. ഒന്നാമതേത് അവനോട് ഒപ്പമായിരിക്കുക എന്നുള്ളതാണ്. ഈശോയാണ് നമ്മളെ വിളിച്ചത്. ആ വിളി നമ്മൾ സ്വീകരിച്ചപ്പോൾ ജീവിതയാത്രയിൽ മുഴുവനും അവൻ്റെ ഒപ്പമായിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ അയച്ചവനെ മറക്കരുത്, നമ്മളെ വിളിച്ചവനെ മറക്കരുത്. നാരായണത്തു ഭ്രാന്തൻ്റെ ഒരു കഥയുണ്ട്. ഇങ്ങനെയാണ്. നാരായണത്തു ഭ്രാന്തനെ അനുഗമിക്കാനായിട്ട് ഒരാൾ കടന്നു വരികയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് വല്ലാതെ ദാഹിച്ചപ്പോൾ ഒരു കുടിലിൽ അവർ കയറി. ആ കുടിലിലെ വീട്ടമ്മ നാരായണത്തു ഭ്രാന്തൻ്റെ കയ്യിലേക്ക് നല്ല തണുത്ത സംഭാരം ഒഴിച്ചു കൊടുത്തു. നാരായണത്തു ഭ്രാന്തൻ കുടിച്ചു. ഈ ശിഷ്യൻ്റെ കയ്യിലേക്കും സംഭാരം ഒഴിച്ചു കൊടുത്തു. ശിഷ്യൻ കുടിച്ചു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ദാഹിച്ചപ്പോൾ അവരൊരു ചെത്തുകാരനെ സമീപിച്ചു. ചെത്തുകാരൻ നല്ല ഇളം കള്ള് നാരായണത്തു ഭ്രാന്തൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു. നാരായണത്തു ഭ്രാന്തൻ കുടിച്ചു. ഈ ശിഷ്യൻ്റെ കയ്യിലേക്കും ചെത്തുകാരൻ ഒഴിച്ചു കൊടുത്തു. ഈ ശിഷ്യനും കുടിച്ചു. പിന്നീട് അവർ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ദാഹിച്ചപ്പോൾ നാരായണത്തു ഭ്രാന്തനും ശിഷ്യനും ഒരു മൂശാരിയുടെ ആലയിലേക്ക് പ്രവേശിച്ചു. ആ ആലയിൽ തിളച്ചു പൊള്ളുന്ന ലോഹദ്രാവകം ഈ നാരായണത്തു ഭ്രാന്തൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു. നാരായണത്തു ഭ്രാന്തൻ കുടിച്ചു. എന്നാൽ തൻ്റെ ഊഴം കാത്തു നിൽക്കാതെ ഈ ശിഷ്യൻ ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. ചില ശിഷ്യന്മാർ തൻ്റെ
തങ്ങളുടെ ഗുരുക്കന്മാരിൽ തിരയുന്നത് ഈ സംഭാരത്തിൻ്റെ തണുപ്പും ഭക്തിയുടെ ലഹരിയുമൊക്കെയാണ്. ഈ ഗുരുക്കന്മാര് കടന്നു പോകുന്ന, പക്ഷം ചേരുന്ന ഈ പൊള്ളലുകൾ സ്വീകരിക്കാനായിട്ട് ഈ ശിഷ്യന്മാര് തയ്യാറാവുന്നില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ ദൗത്യം പേറി ഈശോയുടെ കൂടെയുള്ള ഈ യാത്രയിൽ അവൻ്റെ കുരിശിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ആ കുരിശിൻ്റെ വഴികളിലൂടെ നമുക്കും നമ്മുടെ ദൗത്യം പേറി യാത്ര തുടരാം. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം പേറി നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ദൗത്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ ദൗത്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരുപാട് ദൗത്യങ്ങൾ ഈശോ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന സഭയിൽ, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് ദൗത്യങ്ങൾ നമുക്കുണ്ട്. ആ ദൗത്യങ്ങളെ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഈ തീർത്ഥയാത്രയ്ക്ക് അർത്ഥമുണ്ടാവും. മൂന്നാമതായിട്ട് നമുക്ക് ഒരു മുൻഗണന ആവശ്യമാണ്. ഈ മുൻഗണന എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ തേടിയുള്ള ഒരു യാത്ര, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി അവരുടെ ഒപ്പമായിരിക്കാനുള്ള ഒരു യാത്ര. യേശു ശിഷ്യൻ എപ്പോഴും ജീവിതത്തിൽ പുലർത്തേണ്ട മുൻഗണന ഇതാണ്: നഷ്ടപ്പെട്ടു പോയതിനെ തേടിയുള്ള യാത്ര. കൂടുവിട്ടുപോയ ആടുകൾക്ക് മുൻഗണന കൊടുക്കുക. അവിടെയാണ് ഇടയൻ്റെ ശുശ്രൂഷയും കരുതലും കൂടുതൽ ആവശ്യമുള്ളത്. നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ തിരികെ പിടിക്കാനുള്ള ഒരു നിയോഗം കൂടി നമുക്കുണ്ട് എന്ന് ഈ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോ ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അവൻ്റെ ദൗത്യം പേറി ഈ ഭൂമിയിലൂടെ തീർത്ഥാടനം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ വിളിച്ചവനെ മറക്കാതിരിക്കുക. നമ്മുടെ ജീവിത ദൗത്യങ്ങളെ തിരിച്ചറിയുക. മൂന്നാമതായിട്ട്, നഷ്ടപ്പെട്ടു പോയതിന് മുൻഗണന കൊടുക്കുക, അവരെ തിരിച്ചു കൊണ്ടുവരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.